ഇപ്പോൾ ജ്യോതി പറഞ്ഞല്ലോ, ജ്യോതിയുടെ ഒരു തിരിച്ചുവരവിൽ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ജ്യോതി സിനിമ നിർത്തുന്ന ആ ഒരു ഘട്ടത്തിലെ അല്ല ഇന്ന് നിൽക്കുന്നത്. നമ്മൾ പുറത്തിറങ്ങിയാൽ ഉടനെ ഫോണുമായി വരുന്നു അങ്ങനെ. അപ്പോൾ ആ തിരിച്ചുവരവിൽ ഈ ഒരു എന്താ പറയുക, നിറയെ കൊടുക്കുന്ന ഇന്റർവ്യൂസ്, പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ജ്യോതി, ഇപ്പോൾ ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ വല്ല ഓണത്തിനോ ക്രിസ്മസിനോ അങ്ങനെ സ്പെഷ്യലായിട്ട് മാത്രം എടുത്തിരുന്നതാണ്. ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ ഈ പ്രൊമോഷൻ തന്നെ പറഞ്ഞ പരിപാടികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ജ്യോതി ഇതിലേക്ക് നോക്കി കാണുന്നത്, ഈ തിരിച്ചുവരവിലെ മാറ്റങ്ങൾ? എനിക്ക് സിനിമ ചെയ്യാൻ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോ ഈ ഇന്റർവ്യൂസും ബാക്ക് ടു ബാക്ക് പ്രൊമോഷൻസും എനിക്ക് ശീലമില്ലാത്തതുകൊണ്ട് പിന്നെ ഇച്ചിരി എനിക്കൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഹോംവർക്ക് എനിക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം അങ്ങനെ എനിക്ക് വിളിക്കുമ്പോഴും എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ഒരാളെ അല്ല. അപ്പൊ എനിക്ക് എന്ത് പറയണം, കാരണം ഭയങ്കര സ്വതന്ത്രമായിട്ട് അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പണ്ട് സിനിമ ഇറങ്ങുന്ന തിയേറ്ററിലോട്ടോ പിന്നെ അത് ടി വിയിലേക്ക് ആണ് വരിക. ഇപ്പൊ അങ്ങനെയല്ല, OTT-യിലേക്ക് വരുന്നു. ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം കാണുകയാണ് അല്ലെ. ആ ഒരു വിസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ എനിക്കൊന്ന് അടുത്തിടെ തന്നെ മെയ്യഴകൻ എന്നൊരു സിനിമ ഇറങ്ങിയ ആ ഇന്റർവ്യൂവിൽ അരവിന്ദ് സ്വാമി പറയുന്നുണ്ടായിരുന്നു, മമ്മൂക്കയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ വരെ കണ്ടിരിക്കുന്നതിനെ കുറിച്ച്, നൻപകൽ മയക്കത്തെ കുറിച്ച്. അപ്പൊ മറ്റു ഭാഷകളിലേക്ക് നമ്മളുടെ വിസിബിലിറ്റി ഭയങ്കര വലുതാകാണ്. അതിനെ എങ്ങനെയാണ് ജ്യോതി? കാരണം ഇപ്പൊ ബൊഗൈൻവില്ല ഇറങ്ങുന്നു, റീത്തുവിനെ എല്ലാവരും നോക്കി കാണുന്നു. കാരണം നേരത്തെ നിങ്ങൾ പല ഭാഷകളിലും അഭിനയിച്ചു വരുന്നു. അപ്പൊ അങ്ങനത്തെ വിസിബിലിറ്റി എങ്ങനെ കാണുന്നു? അത് ഭയങ്കര ഒരു വെൽക്കം ആയിട്ട് തന്നെ ഞാൻ കാണാം. കാരണം മലയാളം ഇൻഡസ്ട്രി നേരത്തെ ഒരു മലയാളം സംസാരിക്കുന്ന ഒരു ഓഡിയന് വേണ്ടി മാത്രമായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ റിവ്യൂസ് കാണുമ്പോൾ പോലും ഏതൊക്കെയോ രാജ്യത്ത് ഇരുന്ന ഏതൊക്കെയോ ആളുകൾ, ഇന്ത്യയിൽ തന്നെ ആണെങ്കിലും പല പല സ്റ്റേറ്റിലിരുന്ന് നമ്മുടെ ഭാഷ ഒട്ടും സംസാരിക്കാത്ത ആളുകൾ അത് കണ്ട് അവർ റിവ്യൂ പറയുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെനാരിയോയിലല്ലായിരുന്നു ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നത്. ഇത് ഭയങ്കര എനിക്കൊരു എന്താണ് സന്തോഷമാണ് എനിക്കിത് കാണുമ്പോൾ. ഇപ്പൊ ജ്യോതിയുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത് രണ്ട് ഇന്ത്യയിലെ മികച്ച നടന്മാർ എന്ന് പറയും. ഇപ്പം ഫഹദിനെ സംബന്ധിച്ചിടത്തോളം പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ പറയുന്നു. കുഞ്ചാക്കോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു തിരിച്ചുവരവിൽ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങൾ ചെയ്തു. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഒരു ട്രോള് പോലൊക്കെ വന്നതാണ്, രണ്ടുപേരുടെയും കഥാപാത്രങ്ങൾ തമ്മിലൊന്ന് വെച്ചു മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ അത് അങ്ങനത്തെ കണ്ടപ്പോൾ എന്താണ് ജ്യോതിക്ക് തോന്നിയത്? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. ഇങ്ങനെ സിനിമ ഇറങ്ങിയ സമയത്ത് ഇപ്പം ഒരുപാട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാത്തതുകൊണ്ടാവാം കുറെ ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച വന്നിരുന്നു. ഫഹദ് ചെയ്ത റോള് കുഞ്ചാക്കോ ബോബനും, കുഞ്ചാക്കോ ചെയ്ത റോള് ഫഹദും ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് വന്നിരുന്നു. അപ്പം അങ്ങനെ കാണാത്തതുകൊണ്ട് ഞാൻ പറയണം. അപ്പൊ അങ്ങനെ വരുന്ന ചർച്ചകളെയൊക്കെ എങ്ങനെ ചിരിച്ചു തള്ളും.